ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പഠിച്ചു. അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാതിരുന്ന ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉള്ളൂ നമുക്ക്. പക്ഷേ അത് പറയാതിരുന്നിരുന്നത് കാര്യം നിങ്ങൾക്കൊരു വലിയ സൈസിലേക്ക് വീഡിയോകൾ പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ചെറിയ വീഡിയോകളിലേക്ക് ഞാൻ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ തന്നെ അത് തീർക്കുമായിരുന്നു. എനിവേ, ചേഞ്ചസ് റിസൾട്ടിങ് from global climate change can be seen in the different climate zones of the world and their unique climatic characteristics. അതായത് നമ്മൾ ഇതിനോടകം ഓരോ ക്ലൈമറ്റ് സോണുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡിഫറെൻറ്റ് 8ഓളം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അതിൻ്റേതായ ഒരു യുണീക്കായിട്ടുള്ള ക്ലൈമാറ്റിക് ആയിട്ടുള്ള സവിശേഷതകൾ ഫീച്ചേഴ്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അതിൻ്റെ ഈ പറയുന്ന ക്ലൈമറ്റ് സോണുകളിലൊക്കെ ലോകത്തുള്ള ഈ ക്ലൈമറ്റ് സോണുകളിലൊക്കെ എന്ത് ചെയ്യാണ്, ഈ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ത് ചെയ്യാണ്, വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇഫ് ദിസ് കണ്ടിന്യൂസ് ഇറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ ക്ലൈമറ്റ് സോൺസ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ഇക്കോളജിക്കൽ ബാലൻസ്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ ക്ലൈമറ്റ് സോൺസ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് സോൺസിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? അത് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതായത് ഇപ്പോൾ ഉള്ള സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ ഇക്കോളജിക്കൽ ബാലൻസിനെ, നമ്മുടെ ഇപ്പോൾ എല്ലാ തരത്തിലും ജീവികളും, നമ്മൾ മനുഷ്യരാണെങ്കിലും ഇവിടെയുള്ള മരങ്ങളാണെങ്കിലും സസ്യജാലങ്ങളാണെങ്കിലും ഒക്കെ ഒരു ബാലൻസിൽ പോകുന്നുണ്ട്. പക്ഷേ ആ ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജീവികൾ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു, വംശനാശം നേരിട്ടിട്ട് ഇപ്പോൾ ഭൂമിയിൽ നിന്നില്ലാതായി. പല തരത്തിലുള്ള നമ്മുടെ മഴയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ടൊറൻഷ്യൽ റെയിൻഫോളായി മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ദിവസങ്ങൾ നീണ്ട് ഇങ്ങനെ കിട്ടേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെരുമഴ വരികയാണ്. അതായത് ഈ ടൊറൻഷ്യൽ അതിതീവ്ര മഴ എന്ന് നമ്മൾ പറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം, ഫ്ലഡ് പോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു പ്രശ്നമാണോ? ഇപ്പം ഇതിൻ്റെ വില്ലന്മാരായിട്ടുള്ള രാജ്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിടുന്ന ഒരു രാജ്യം USA ആണ്, അമേരിക്കയാണ്. മറ്റൊരു രാജ്യം ചൈനയാണ്. വേറൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. പക്ഷേ ഇത് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ നല്ല ഈ പറയുന്ന സാമ്പത്തികമായി മുന്നിലേക്ക് പോകുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റഷ്യയുണ്ട്, ഇതിങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങളടക്കം അനുഭവിക്കുന്നുണ്ട്. അവരിതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ ആ ചെയ്യുന്ന രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യാത്ത രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ മൺസൂൺ നോക്കൂ, ഇപ്പോഴത്തെ മഴക്കാലം നോക്കൂ. മഴ നമുക്ക് പെയ്യേണ്ട സമയത്തല്ല പെയ്യുന്നത്. നമുക്കൊരു ജൂണിൽ പെയ്യേണ്ട മഴ ഇപ്പോൾ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മാസങ്ങളിലാണ് പെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല ചൂടായിരുന്നു, മഴ കിട്ടേണ്ട ദിവസങ്ങൾ. ഇനി പെയ്യുന്ന മഴയാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി കിട്ടേണ്ട മഴ ഒരു നിശ്ചിത മഴ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കിട്ടുന്ന ആ ദിവസങ്ങളിൽ കിട്ടാതെ എല്ലാ മഴയും കൂടി 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ 3-4 ദിവസങ്ങളിൽ പെയ്യാത്ത മഴ എല്ലാം കൂടി ഒറ്റയടിക്ക് പെയ്യുകയാണ്. ഇതാണ് നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. ഇത് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്. ആക്ടിവിറ്റീസ് such as industrialization, land use change and urbanization are some of the human interventions that lead to climate change. Climate changeലേക്ക് നയിക്കുന്ന ചില മനുഷ്യൻ്റെ ഇടപെടലുകൾ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഒന്ന് വ്യവസായവൽക്കരണം അല്ലേ, ഒരുപാട് കമ്പനികളും ഫാക്ടറികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ് യൂസ് ചേഞ്ച്, നമ്മുടെ ഭൂമി നമ്മൾ കൃഷിക്കും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ വെട്ടിമാറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയാറുണ്ട് നമ്മൾ ഈ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ, വയനാട്, കർണാടക ഈ റീജിയനിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ്, അവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ കുന്നിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് വലിയ അളവിലുള്ള ലാൻഡ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട ചില ലാൻഡുകളുണ്ട്. ലാൻഡിനെ ഓരോ ലാൻഡും ഓരോ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടങ്ങളിൽ പോയിട്ട് നമ്മൾ അനധികൃതമായിട്ട് വലിയ കെട്ടിടങ്ങൾ പണിതു, വലിയ റിസോർട്ടുകൾ പണിയുക, ഇങ്ങനെ നമ്മൾ വേറെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സയൻറ്റിഫിക്കലി പഠിക്കാതെ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അർബനൈസേഷൻ, ഇന്ന് നമ്മൾ റാപ്പിഡായിട്ട് നമ്മൾ മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂറൽ ഏരിയയിൽ നമ്മൾ കൃഷിഭൂമികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വേഗം അർബനൈസേഷൻ, പുതിയ റോഡുകൾ അല്ലേ. ഇപ്പം നിങ്ങൾ നാഷണൽ ഹൈവേ നോക്കൂ, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം കുന്നുകളാണ് ഇടിച്ച് കളഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെ എന്താണ് വലിയ അളവിൽ ക്ലൈമറ്റ് ചേഞ്ചിലേക്കാണ് നയിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്ട് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഹാവ് ബിഗൻ എവർ സിൻസ് ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് ദർ ആക്ടിവേഷൻ മേ ഹാംഫുള്ളി അഫക്ട് ദ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. നമ്മുടെ മനുഷ്യനെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് വലിയ അളവിൽ ബാധിക്കുമെന്ന്, ഹാംഫുള്ളി നമ്മളെ മനുഷ്യരത് ബാധിക്കുന്നു. അത്രയും കാലം എത്രയോ ജീവജാലങ്ങൾ ഇത് ബാധിച്ചു കഴിഞ്ഞു. എത്രയോ ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. അതുവരെ മനുഷ്യൻ ഇടപെട്ടില്ല. പക്ഷേ ഇത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യനെ കൂടി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സുകൾ വരുന്നത്, അന്താരാഷ്ട്ര ഇടപെടലുകൾ വരുന്നത്. ഏതൊക്കെയാണ്? ക്ലൈമറ്റിനെ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല എഫേർട്ടുകൾ പിന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങി. അതിലേതൊക്കെയാണ് എഫേർട്ടുകൾ എന്നാണ് ഈ ബോക്സിൽ പറയുന്നത്. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ബോക്സും കുറച്ച് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ്സും അത് നടന്ന വർഷവും അത് എവിടെയാണ് സ്ഥലം എന്നത് മാത്രം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളുടെ വിശദീകരണങ്ങളും ആവശ്യ കാര്യങ്ങളുടെ വിശദീകരണമില്ലായ്മയുമാണ് നമ്മുടെ ഈ പറയുന്ന മൊത്തത്തിൽ നമ്മുടെ പുസ്തകം അച്ചടിച്ചിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അത് വേറൊരു കാര്യം. എനിവേ നോക്കാം. ഒന്നാമത്തത് നമ്മൾ ആദ്യം 1950 ജനീവയിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷനാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു അന്താരാഷ്ട്ര കാലാവസ്ഥ കാലാവസ്ഥാ സംഘടന തുടങ്ങുകയാണ്. ലോക കാലാവസ്ഥ സംഘടന തുടങ്ങുകയാണ് നമ്മൾ ജനീവയിൽ. അതായത് ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലാണ് വരുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും കൂടി ഉൾപ്പെടുന്ന, അതായത് ഓൾമോസ്റ്റ് ഒരു 200 രാജ്യങ്ങളോളം വരുന്ന രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അതിലും ഈ പറയുന്ന സൂപ്പർ പവേഴ്സ് USA, റഷ്യയും ചൈനയും ഒക്കെ തന്നെയാണ്. അത് വേറെ കാര്യം. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിടുന്നത്. ഇന്ത്യയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിടുന്നത്. പക്ഷേ അവർ തന്നെയാണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും. അപ്പോൾ അവർ വേണ്ടത്ര തീരുമാനങ്ങൾ എടുക്കുകയോ ഇല്ല എന്നുള്ളത് പിന്നീട് നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ. ഓർഗനൈസേഴ്സ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസസ്. ഇവരെന്തിനാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത്, ഈ സംഘടന സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യണം. ഇത് ഒരു രാജ്യത്തെ ബാധിക്കുന്ന വിഷയമല്ല, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസസുകൾ, അതായത് ലോക കാലാവസ്ഥാ സമ്മേളനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടണമെന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പലതരത്തിലുള്ള കോൺഫറൻസുകൾ നടന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ചേർന്നത്. 1972 ചേർന്നത്. എന്താണ് അതിൻ്റെ പ്രധാനമായിട്ടും അതുകൊണ്ടുണ്ടായിരുന്ന ഇടപെടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ചെയ്യുക, വികസനം കൊണ്ടുവരിക. നമുക്ക് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എൻവയോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്താണ് എർത്ത് സമ്മിറ്റ് വരുന്നത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് ചേർന്നത്. ഭൗമ ഉച്ചകോടി എന്നൊക്കെ നമ്മൾ പറയും, മലയാളത്തിൽ എർത്ത് സമ്മിറ്റാണ്. എന്താണ് സംഭവം? പ്രിപ്പയർഡ് UN അജണ്ട 21 ടു പ്രൊമോട്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, പ്രകൃതിയെ ചൂഷണം ചെയ്യുക, പ്രകൃതിയെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരൊരു UN അജണ്ട 21 സെറ്റ് ചെയ്തു. എന്താണ് UN അജണ്ട 21? അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു അജണ്ട 21. അജണ്ട എന്ന് പറയാൻ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമ്മളൊരു പട്ടിക ഉണ്ടാക്കില്ല, നമ്മളിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനത്തെ UN അജണ്ട, അതായത് യുണൈറ്റഡ് നേഷൻസ്, യുണൈറ്റഡ് നേഷൻസിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും പാലിക്കേണ്ട ഒരു 21 അജണ്ടകൾ. അജണ്ട 21 എന്ന് 21 അജണ്ടകളല്ല ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, 1992 ഇത് ചേരുന്നത്. ഈ 1992 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 20th സെഞ്ച്വറിയുടെ എൻഡാണ് അല്ലേ. ഒരു 8 കൊല്ലം കൂടി കഴിഞ്ഞാൽ 2000 എന്ന് പറയുന്നത് മില്ലേനിയം 2000 സ്റ്റാർട്ട് ചെയ്യും. അതായത് 2000 സ്റ്റാർട്ട് ചെയ്താൽ മില്ലേനിയം തൊട്ടിട്ട് 2000 നമ്മൾ വിളിക്കുന്ന പേരാണ് മില്ലേനിയം. ഈ മില്ലേനിയം തൊട്ടിട്ട് എന്താണ് സംഭവിക്കുക? അത്
21st സെഞ്ച്വറിയാണ്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 20th സെഞ്ച്വറിയുടെ എൻഡിലാണ് ഈ എർത്ത് സമ്മിറ്റ് കൂടുന്നത്. എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് നമ്മൾ 21st സെഞ്ച്വറി വരാൻ വേണ്ടി പോവുകയാണല്ലോ, അപ്പോൾ ഈ 21st സെഞ്ച്വറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുക. അതാണ് അജണ്ട 21 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ജപ്പാനിലെ ക്യോട്ടോയിലാണ്. അതെന്താണ്? റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കുറക്കുക, എങ്ങനെയെങ്കിലും കുറക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ പറഞ്ഞ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 നടന്നതാണ്. അതിൻ്റെ ഇടയിൽ ആ ഓർഡർ വിട്ടുപോയി അവർ. മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്താണ് റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഓസോൺ ഡിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസസ്. അതായത് ഓസോൺ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിൽ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസുകളും ടെമ്പറേച്ചറൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ ഓസോണിൻ്റെ ലെയർ നമ്മളെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്. അതായത് നമ്മുടെ ഈ സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റായിട്ടുള്ള പല റേഡിയേഷനും നമ്മളേക്ക് ഏറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള സ്കിൻ ക്യാൻസർ പോലുള്ള നമുക്ക് ഭൂമിയിൽ ചൂട് വളരെയധികം കൂടിയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ അവിടെ, അതായത് ഓസോൺ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ് അവിടെ അധികം ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസോണിന് ഡിപ്ലഷൻ, അതായത് ഓസോണിൻ്റെ ഈ ലെയറിന് എന്ത് വരുന്നുണ്ട്, ഈ ഹോളുകൾ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. അതായത് ഇത് ഹോള് വന്നു കഴിഞ്ഞാൽ ഈ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ അൾട്രാ വയലറ്റ് UV റേസ് എന്ന് പറയും, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേസ്, ഇതൊക്കെ എന്താണ് സണ്ണിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഹാംഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ ഭൂമിയിലേക്ക് അതിൻ്റെ ഒരു അളവ് കൂടുതലായിട്ട് എത്തും. നമുക്ക് ആവശ്യത്തിലധികം ഈ സംഗതികൾ ഭൂമിയിലേക്ക് എത്തും. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ വന്നിട്ടുള്ളത്. അടുത്താണ് പാരീസ് അഗ്രിമെൻറ്റ്. പാരീസ് അറിയാൻ നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ്. 2015 റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ഹെൽപ്പിംഗ് വേൾഡ് നേഷൻസ് ടു കോപ്പ് അപ്പ് വിത്ത് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കുറക്കുക, അതായത് നമ്മൾ ഈ പറയുന്ന ഓസോൺ ഒക്കെ അല്ലെ ഈ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കുറക്കുക. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേൾഡ് നേഷൻസ് ടു കോപ്പ് അപ്പ് വിത്ത് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എല്ലാ രാജ്യങ്ങളും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, നേരിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇനി G20 സമ്മിറ്റ് 2023 നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നതാണ്. ഇതിൻ്റെ ഒരു മോട്ടോ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയേണ്ട 1 Earth 1 Family 1 Future. ഇപ്പോഴാണ് നമുക്ക് ബോധം വന്നത് അല്ലേ, ഒറ്റ ഭൂമി, ഒറ്റ കുടുംബം, ഒറ്റ ഭാവി. നമ്മളെല്ലാം പല രാജ്യങ്ങളിലായിരിക്കാം, പല കോണ്ടിനെൻറ്റുകളിലായിരിക്കാം, പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരും പല രീതികളൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളെല്ലാം ഒരൊറ്റ ഭൂമിയിലുള്ളവരാണ്, ഒറ്റ കുടുംബമാണ്, ഒറ്റ ഭാവിയാണ് നമുക്കുള്ളതെന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ഗ്രീൻ ഡെവലപ്മെൻറ്റ്, നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. പക്ഷെ അതെങ്ങനെയായിരിക്കണം, നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. ക്ലൈമറ്റ് ഫിനാൻസ്, നമ്മൾ ഓരോ ഗവൺമെൻറ്റും എല്ലാ രാജ്യങ്ങളും ക്ലൈമറ്റിന് വേണ്ടിയിട്ട് അവരുടെ ബഡ്ജറ്റിൽ എന്ത് ചെയ്യണം, കുറച്ച് പണം മാറ്റി വെക്കണം. നമ്മൾ ഡെവലപ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പണം മാറ്റി വെക്കേണ്ടത്, നമ്മൾ ക്ലൈമറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പൈസ മാറ്റി വെക്കണം. പിന്നെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതായത് മൊത്തത്തിൽ നമ്മൾ എല്ലാവരും എന്താണ് ഈ എല്ലാവർക്കും, അതായത് എല്ലാ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് അതിനകത്ത് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് കനോട്ട് ബി കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ്. നമുക്കൊരിക്കലും ക്ലൈമറ്റ് ചേഞ്ചിനെ പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ വേണ്ടി പറ്റില്ല. കാര്യം മനുഷ്യരുടെ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് മാത്രമല്ല, എന്ത് റീസൺസും കൂടി ഉണ്ട് അതിനകത്ത്. നാച്ചുറലായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ആ ഇടപെടൽ കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു വേഗത കൂടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ദാറ്റ് ഇൻഡ്യൂസസ് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി കൺട്രോൾഡ്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ഓൺ ദ ചേഞ്ചസ് ടു ബി ബ്രോട്ട് about in industrial and other developmental activities enabling sustainable resource utilization. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരു സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷനെ പറ്റിയിട്ടാണ് അത് ഇനേബിൾ ചെയ്യുക, അത് കൊണ്ടുവരാനൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം, സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൊണ്ടുവരണം. എന്താണ് ഈ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ എന്ന് നിങ്ങൾക്കറിയാം? അതായത് പണ്ട് USA ഒരു മറൈൻ ബയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് റേച്ചൽ കാൾസൺ എന്ന് പറയുന്ന ഒരു ലേഡി. ഇവരാണ് മോഡേൺ എൻവയോൺമെൻറ്റിൻ്റെ മദർ എന്നൊക്കെ അറിയപ്പെടുന്നത്, ആധുനിക പരിസ്ഥിതിയുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്.
അവരുടെ ഒരു ഒരു എന്താ പറയുക, അവരുടെ ഒരു ബയോഗ്രഫിയാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. നിശബ്ദ വസന്തം എന്ന് മലയാളത്തിലൊക്കെ പറയും. ഈ പുസ്തകത്തിനകത്ത് ഇവർ എന്താ പറയുക, അവർ ആദ്യമായിട്ടൊരു യൂസ് ചെയ്തൊരു ടേമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന്. അതായത് സുസ്ഥിര വികസനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മൾ ഡെവലപ്മെൻറ്റ് വേണം. നമ്മൾക്ക് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ജനറേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഈ എൻവയോൺമെൻറ്റ് നമുക്ക് നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ എങ്ങനെയാണോ തന്നത് അതിനേക്കാൾ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ജനറേഷന് അത് കൊടുക്കണം. അടുത്ത ജനറേഷന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഭൂമിയെ, പരിസ്ഥിതിയെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്ത് അടുത്ത ജനറേഷന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം? അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതും പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുമുള്ളതായിരിക്കണം. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെ റേച്ചൽ കാർസൺ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ റേച്ചൽ കാർസൺ അന്ന് USA പലതരത്തിലും അവർ നിയമപരമായിട്ടൊക്കെ വേട്ടയാടപ്പെട്ടു. അവർ ലാസ്റ്റ് ക്യാൻസർ വന്നിട്ട് മരിക്കുകയൊക്കെ ചെയ്തു. അത് വേറെ കാര്യം. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു ആർട്ടിക് ഓഷ്യനെ പറ്റി അറിയാമോ? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആർട്ടിക് ക്ലൈമറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആർട്ടിക് ഓഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക് ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിക് ഓഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൽ വെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ വെള്ളമുണ്ട്, വെള്ളമില്ലാത്ത ഒരു സമുദ്രമാണ് ആർട്ടിക് ഓഷ്യൻ. അതായത് അവിടെ ഐസാണ്. അതായത് ആർട്ടിക് റീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വാട്ടർ ബോഡീസിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആർട്ടിക് ഓഷ്യൻ എന്ന് പറയാം. അവിടെ ഐസാണുള്ളത്, ഐസ് കട്ടകളാണ്. അപ്പം അവിടെ ഈ പറയുന്ന പോലെ നമ്മളൊരു ഓഷ്യൻ്റെ രൂപമൊന്നുമല്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഓഷ്യൻ എന്ന് വിളിക്കുന്നത്? വൺസ് ഈ ഐസ് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് വലിയൊരു ഓഷ്യനായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ആർട്ടിക് ഓഷ്യൻ എന്ന് വിളിക്കുന്നത്. ദ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർട്ടിക് ഓഷ്യനിൽ ഈ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കാരണം ആർട്ടിക് ഓഷ്യനിലെ ഈ ഐസുകൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ് ആർട്ടിക് ഓഷ്യൻ. പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പം ഈ ഐസിൻ്റെ ഇടയിലേക്ക് വീഴാൻ, കൊല്ലപ്പെടാം, അങ്ങനെ ഒരുപാട് മരണങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പക്ഷേ ബോർഡുകളൊക്കെ ഉള്ള, കടലിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ ബോർഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലം ഒന്ന് സങ്കല്പിച്ച് നോക്കും. ഫുൾ ഐസ് ആയിട്ട് കിടക്കുന്ന, വെള്ളമല്ലാതെ. ഈ സമ്മറിൽ മാത്രമാണ് ആർട്ടിക് ഓഷ്യനിലെ ചില സെൻട്രൽ ഭാഗത്ത് വെള്ളം വരിക. അതായത് സമ്മർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഐസ് മെൽറ്റാവുന്നു. ഐസ് മെൽറ്റായിട്ട് അവിടെ കുറച്ച് വെള്ളം വരുന്നു. ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കാരണം ഇപ്പോൾ ഇവിടെ ആർട്ടിക്കിലെ ഐസ് വലിയ അളവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആർട്ടിക് ഓഷ്യനിലെ ഈ മെൽറ്റാവുന്ന വെള്ളം മറ്റു ഓഷ്യനിലേക്കാണ് എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ ഓഷ്യനിലും എന്ത് ചെയ്യുന്നത്? വെള്ളം കൂടുന്നത്. വൺ ഓഫ് ദ മേജർ റീസൺ ഇതാണ്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആർട്ടിക് ഓഷ്യനിൽ, അതായത് ഗ്ലോബൽ വാർമിംഗ് മൂലം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആർട്ടിക് ഭാഗത്തെ ഐസ് മെൽറ്റാവുന്നു, ആർട്ടിക് ഓഷ്യനിൽ വെള്ളം നിറയുന്നു, ഈ മറ്റു ഓഷ്യൻ സർഫേസിലെ വെള്ളം കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവിടെ ഈ രാജ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ആർട്ടിക് ഓഷ്യനോട് ഒരു നിശ്ചിത റേഡിയസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 8 രാജ്യങ്ങൾ വരുന്നുണ്ട്. ആ 8 രാജ്യങ്ങൾ ആണ് നമ്മൾ ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. ഈ ആർട്ടിക് സർക്കിളിനെ അതിൽ USA, റഷ്യ, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളാണ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു മെയിൻ ഉത്തരവാദിത്വം. പക്ഷേ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രീഡി, മനുഷ്യൻ്റെ ഒരു ആർത്തി എന്നൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ആഗ്രഹം ഇത് എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മെൽറ്റ് ആവണം എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൻ്റെ അടിയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. അതായത് ഓയിൽ ഡെപ്പോസിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ സമ്പന്നരായത് എങ്ങനെയാണ്? ഓയിൽ കുഴിച്ചെടുത്തിട്ടല്ലേ. അപ്പോൾ ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ആർട്ടിക് സർക്കിളിൽ നിൽക്കുന്ന മിക്ക രാജ്യങ്ങളുടെയും ആഗ്രഹം ഇതിലെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മെൽറ്റായിട്ട് വേണം ഇതിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഗ്രീഡി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞ പല സംഗതികളിൽ നിന്നും അമേരിക്ക പോലത്തെ, അതായത് ഏറ്റവും കൂടുതൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്തു വിടുന്ന രാജ്യങ്ങളൊക്കെ പലതും പിന്മാറി. ഇന്ത്യ പലതും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലാതെ
പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സൊക്കെ അതിൽ നിന്ന് പിന്മാറി. പൈസ, അത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും എന്തല്ല, പ്രാക്ടിക്കലി നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് പറയും. അതായത് ഈ പറയുന്ന കാലാവസ്ഥ കാരണത്താൽ സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച്, നമ്മളൊക്കെ ഒന്ന് ഒരു ആലോചിച്ച് നോക്കും, നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത ക്ലൈമറ്റ് കാരണം നമ്മൾ നമ്മുടെ രാജ്യവും നമ്മുടെ ഭൂമി, നമ്മുടെ വീടും സ്ഥലവും നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഭയാർത്ഥികളായിട്ട് അല്ലേ, ഇവിടെ നോക്കൂ, പല ആൾക്കാരും ഫോഴ്സിബിലി ഡിസ്പ്ലേസ്ഡ് ആയി. എങ്ങനെ? ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണത്താൽ, ക്ലൈമറ്റ് ചേഞ്ച് കാരണമുള്ള ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ കാരണത്താൽ. അതിൽ പ്രധാനമായിട്ടും ഡ്രോട്ടുകൾ മൂലം, വരൾച്ച, വെള്ളമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഫ്ലഡുകൾ കാരണം, ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രോട്ട് പോലെ തന്നെ മരുഭൂമിവൽക്കരണം എന്ന് പറയും നമ്മൾ. അതായത് അവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചൂട് കൂടി, വെള്ളമില്ലാത്തൊരവസ്ഥ. സീ ലെവൽ റൈസ്, കടലിലെ വെള്ളം ഉയരുന്നത്. അൺവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സീനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കടലാക്രമണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ പല ആൾക്കാരും സ്വന്തം സ്ഥലങ്ങൾ ഉപേക്ഷിച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ്, പോകേണ്ട ഒരവസ്ഥയാണ്. UN പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഏകദേശം ഒരു 50 മില്യൺ ആൾക്കാരോളം ഇത്തരത്തിൽ അവരുടെ സ്വന്തം നാടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു കാരണത്താൽ അവരുടെയൊക്കെ ജീവിതവും വീടുമൊക്കെ പോയി. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, ഇപ്പോൾ ഈ ഇതിൽ തന്നെ എത്രയോ ആളുകളുടെ വീടാണ് പോയത്, സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത്, വാഹനങ്ങളും വീടുകളും ഒക്കെ നശിച്ചു. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വർഷവും എക്സ്പെക്റ്റ് ചെയ്യണം. കാര്യം മനുഷ്യൻ്റെ പ്രവൃത്തികൾ അത്രത്തോളം നമ്മളെ ഈ രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങളൊക്കെ അതിൽ നിന്ന് വെറും പണം മാത്രം ആവരുത്, ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ആ രീതിയിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്. കുറച്ചധികം പറഞ്ഞു, കുറയ്ക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. എനിവേ സോറി. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരാം. എനിവേ, താങ്ക് യു.